ലൂക്കോസിലേക്കായ സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ കർത്താവ് പറയുന്നത്, യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾക്ക് കണ്ടുകിട്ടും, മുട്ടുവീൻ നിങ്ങൾക്കായി തുറക്കപ്പെടും. എന്തെന്നാൽ യാചിക്കുന്ന ഏവരും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് തുറന്നു കിട്ടുന്നു, അന്വേഷിക്കുന്നവന് കണ്ടുകിട്ടുന്നു, മുട്ടുന്നവനായി തുറക്കപ്പെടുകയും ചെയ്യുന്നു. നാം എന്തിനു വേണ്ടിയിട്ടാണ് എപ്പോഴും അന്വേഷിക്കുകയും മുട്ടുകയും തരികയൊക്കെ ചെയ്യുന്നു? എന്നിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എനിക്കെന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ ഞാൻ അതിനെ തേടിയെടുക്കുന്നതിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിനെ തേടിപ്പോവുകയില്ല. എനിക്കില്ലാത്തതിനെ തേടിപ്പോകുന്ന മാനുഷിക സ്വഭാവത്തെ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. നമുക്കെന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നത് കേൾക്കാവോ? ഡു യു ഹാവ് എനിത്തിങ് യുവർ ഓൺ? ഡു യു ഹാവ് എനിത്തിങ് ആസ് യുവേഴ്സ്? I don't have anything unless and until He gives me something to glorify His name. Whatever I have is from God to glorify His name through me and through others. അങ്ങനൊരു ചിന്ത നമ്മളിലേക്ക് വരികയാണെങ്കിൽ I will be fulfilled. നിങ്ങൾ ഒരു പഴയ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, നിറകുടം തുളുമ്പില്ല, നിറകുടം തുളുമ്പുകയില്ല. പക്ഷേ if I am full by the grace of God, I never be arrogant. I will be humble enough. I will be giving to others and sharing and caring. പക്ഷെ നമ്മൾ ഇന്നത്തെ രീതികളിൽ ചിന്തിക്കുമ്പോൾ, ഇന്നത്തെ ലോകത്തിന്റെ നിലപാടുകൾ അനുസരിച്ച് ചിന്തിക്കുമ്പോൾ, we all say, I have this home is mine, these children are mine, the car is mine, the bank account is mine, everything is mine. I don't want anything from you. I have everything. അങ്ങനെയുള്ളവരോട് കർത്താവ് പറയുന്നത്, ഘോഷ, മൂഢ, നീ എന്താണ് പറയുന്നത്? നിനക്കുള്ളതെല്ലാം എന്നിൽ നിന്നല്ലേ വരുന്നത്. ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് ലാക്ക് ചെയ്യുന്നത്? ഡെവലപ്മെന്റ് ലാവിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. വാട്ട് ഈസ് മിസ്സിംഗ് ഫ്രം മീ? Go to God. Ask Him, God, fill it me with your mercy and compassion. If I am missing something from my inner mind, from my heart, ask God, God, fill me with your grace and love. He will answer us. ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. ഇതാ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. ഞാനൊന്നുമല്ല, ഞാൻ നിന്റേതാകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ദാസ്യ വത്വത്തിലേക്ക്, സെർവൻഹുഡിലേക്ക് കന്യാമറിയാം ഇറങ്ങിച്ചെന്നപ്പോൾ അമ്മയ്ക്ക് ലഭിച്ചു ദൈവത്തെ പ്രസവിക്കുവാൻ, ദൈവമാതാവാകുവാൻ അമ്മയ്ക്ക് സാധിച്ചു.
ഇതിനു വേണ്ടിയുള്ള അന്വേഷണവും പ്രാർത്ഥനയും യാചനയുമായിരുന്നു പരിശുദ്ധ കന്യാമറിയം ദേവാലയത്തിൽ വസിച്ചുകൊണ്ട് പാർത്തുകൊണ്ട് നടത്തിയിരുന്നത്. അവളിലേക്ക് കർത്താവ് ഇറങ്ങി വരും. നാമും നമ്മളെ തന്നെ എപ്പോഴും ദാസ്യവൽക്കരിക്കുന്നുവോ? When we say to God, I am your servant, take me for you, He will come beside us and be with us and stay with us. സക്കേവൂസ് പറഞ്ഞു, എന്താ പറഞ്ഞറിയാവോ? എൻ്റെ ഭവനത്തിൽ വരുവാൻ, കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, അടിയനെ അനുഗ്രഹിക്കണം. I am nothing to receive you but bless me. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. എന്റെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ മക്കള് നിങ്ങളോട് അപ്പം ചോദിച്ചാൽ അവർക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കും. പിന്നെ തേളിനെ പിടിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കും. നമ്മൾ കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ അതിനേക്കാളും നിങ്ങളെപ്പറ്റി വിചാരമുള്ള ശ്രദ്ധയുള്ളവനാണ് ഞാൻ. അപ്പനും അമ്മയും മക്കളെ നോക്കുന്നതിനേക്കാൾ ഉപരിയായി സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു, കരുതുന്നു, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ കർത്താവിന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിന് ഉപരിയായിട്ട് കർത്താവ് നമുക്ക് തരും. അത് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും ഇന്നുവരെയുള്ള നമ്മളുടെ അനുഭവം കൂടിയാണ്. എൻ്റെ ദൈവത്തോട് ന്യായമായിട്ടുള്ളത് എന്ത് ഞാൻ ചോദിച്ചാലും എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരുന്നു. Because He is God. He knows us very well. Ask Him, give me this. I want to be fulfilled and filled up with your mercy and compassion. Let me go around the world to witness you with all these blessings, that I should be your son or daughter, and we should be the children of God. That kind of thinking and action will make us fulfilled. Again, നമ്മുടെ കർത്താവ് പറയുന്നു, കർത്താവ് ഒരുപാട് പിശാചികളെയൊക്കെ ബഹിഷ്കരിച്ചു. അപ്പൊ പലരും പറയുന്നതും പിശാചികളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് എന്നും. അപ്പം കർത്താവിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാര് ഈ പറയുന്നവരുടെ മക്കളും ബന്ധുമിത്രാദികളെല്ലാം ചേർന്നിട്ടുണ്ട് ശിഷ്യന്മാരായിട്ട്. അപ്പം കർത്താവ് ആ ഗോൾ തിരിച്ച് അവരുടെ കോട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കൾ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ബേൽസെബൂലിനെ കൊണ്ടാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചയാൾ പറയുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വിധികർത്താക്കളായിട്ട് തീരും. അപ്പോസ്തലന്മാരെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, പിന്നീട് വരാൻ പോകുന്ന ആ കാലത്തെപ്പറ്റി. 12 അപ്പോസ്തലന്മാരും 12 പിതാക്കന്മാരും 24 പേര് കൂടി ലോകാവസാനത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ന്യായവിധിയുടെ സമയത്ത് ന്യായം വിധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പം മുൻകൂട്ടി കർത്താവ് പറയാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങളെ ന്യായം വിധിക്കും. പക്ഷെ നിങ്ങളെ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് അല്ലെങ്കിൽ ദൈവനാമം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. If you believe that I am doing all these things with God, I am the God too. I am doing myself all these things. The kingdom of God is with you, among you. One first thing we have to have is that believe in God. Do you believe in God? Only for sake? How you believe in God? Anybody can answer. How you believe in God? By seeing miracles?
By getting something from God? How you believe in God? Anybody? I didn't hear you. How you believe in God, in resurrected God? How you believe? By hearing the words of കേട്ടില്ല. childlike belief. ഓർക്കെ പറഞ്ഞേ. Just like a child. Just like a child believe in God. That's good. By hearing the words. By the word of God. By the word of God, how you believe it? The question is how I believe in God. As a child, I can believe in God. Answers are good. There is a one answer, the prompt one. I have to believe in God blindly. I have to believe in God blindly. കണ്ണു അടച്ച് വിശ്വസിക്കണം. പറ്റുമോ? ചെറിയ ഉദാഹരണം പറയാം. കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടോ? Do you see monkey? Yes. All are sorry. We all saw monkeys in somewhere else. You understand? So, if you see a monkey with a baby monkey, when the monkey is climbing each and every trees one after one, what would the baby monkey will do? ജിയോഗ്രാഫി നോക്കിയാൽ കാണാൻ പറ്റും. ഞായച്ച ഉത്തരം പറഞ്ഞു. അതിൻ്റെ അമ്മയെ കണ്ണടച്ച് അള്ളി പിടിച്ചിരിക്കും. അമ്മ ഏത് പൊക്കത്തിലുള്ള മരത്തെ ചാടിയാലും ഒരു പ്രശ്നമില്ല. That baby believes in the mother or father. Totally believing. I don't fear. 23 സങ്കീർത്തനങ്ങളും 91 സങ്കീർത്തനങ്ങളും ഒക്കെ ഇതാണ് വിളിച്ചു പറയുന്നത്. Believe in God. That I am your God. I never abandoned you. I never forsaken you. I am your God. യേശുവിനെ കണ്ണടച്ച് വിശ്വസിക്കണം. യേശുവിൽ മാത്രമേ അങ്ങനെ വിശ്വസിക്കാവൂ. ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ. കണ്ണടച്ച് എന്നുവെച്ചാൽ സകലതും സമർപ്പിച്ച് I trust in you fully because you are my God. അങ്ങനെയുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ബലവാന്മാരായിത്തീരും. നമ്മൾ ദൈവ മക്കളത് വീണ്ടും അറിയപ്പെടും. കാരണം ദൈവം അതാ പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ സബ്മിഷൻ to the will of God. I'm here, God, take me and use me. He will help us. Wherever we are going, whichever the danger before and after and all the sides of us, no problem, because I trust in God fully. I believe in God fully. So I never doubt on Him because He is God. He knows me very well. Just believe fully, trustworthy is He. He is my rock, unchangeable rock. He knows me everything, what I want to do, what I have to. So whatever we have is from God. We are from God. Others are from God. Everything in the nature from God, because God created everything. Finally, He created us and set. നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷം കർത്താവ് എന്താ പറഞ്ഞേ? What He said after creating humankind. എന്താ ആദ്യത്തെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞേ? നീ സുന്ദരനാടാന്ന് പറഞ്ഞു. അതെ, നീ മിടുക്കനായിരിക്കുന്നു. You are perfect. You are the perfect being. You are the king of all creation that I made. I created. അത്രയ്ക്കും സവിശേഷതയാണ് നമുക്കുള്ളത്. സകല സൃഷ്ടികളെക്കാൾ ഉപരിയായി നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും നമുക്ക് വേണ്ടതെല്ലാം നടപ്പിലാക്കി തരികയും ചെയ്യുന്ന ദൈവത്തെ കണ്ണടച്ച് വിശ്വസിക്കുക. യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല.
Are you ready? Are you ready to believe in God blindly? Why? Why? Why you believe like that? Because He is my God. Because He is my God and Savior. He never abandoned us. He never forsaken us. He loves us so much. That's why the Father, God, gave His only Son to me, to you, and for us. He is our God. God bless you. Do you know?